നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവരാണ്. ആ ഡ്രസ്സെല്ലാം നിർമ്മിക്കുന്നത് നൂലുകൊണ്ടാണെന്ന് നമുക്കറിയാലോ. പക്ഷെ ഏതൊക്കെ രീതിയിലത്തെ നൂലുകളുണ്ട്, അതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. മാത്രമല്ല, ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആ നൂലിൽ നിന്ന് എങ്ങനെയാണ് ഡ്രസ്സിലേക്ക് കൺവേർട്ട് ആവുന്ന പ്രോസസ്സ് എന്ന് നമുക്കറിയത്തില്ല. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലത്തെ നൂലുണ്ട്, ഒരു നൂലിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ രണ്ട് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഫൈബറിൽ നിന്ന് എങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാക്കുന്നു, ആൻഡ് ദെൻ ത്രെഡിൽ നിന്ന് എങ്ങനെ ഒരു ഗാർമെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഫൈബറിൽ നിന്ന് എങ്ങനെ ത്രെഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ നോക്കാം. സോ ഫൈബേഴ്സ് രണ്ട് രീതിയിലാണുള്ളത്. നാച്ചുറൽ ഫൈബറും ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബറും ഉണ്ട്. നാച്ചുറൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന കോട്ടൺ, അതുപോലെ തന്നെ സിൽക്ക് വേമിൽ നിന്ന് എടുക്കുന്ന സിൽക്ക്, അതുപോലെ ഷീപ്പിൽ നിന്ന് എടുക്കുന്ന വൂള്, ഇതൊക്കെ നാച്ചുറൽ ഫൈബറിൽ നിന്ന് വരുന്നതാണ്. ഈ നാച്ചുറൽ ഫൈബറിൽ നിന്നാണ് നമ്മൾ നാച്ചുറൽ ത്രെഡ്സ് ഉണ്ടാക്കുന്നത്. സോ അതേപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. സിന്തറ്റിക് ഫൈബറിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ അത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോസസ് ആയിട്ടുള്ള പെട്രോളിയം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ ഫൈബേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നുള്ളത്. സെക്കൻഡ്, നമ്മൾ ഇതിന് ക്ലീനും കാർഡിങ്ങും ചെയ്യും. ക്ലീനിങ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഫൈബർ എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലി കളക്ട് ചെയ്തായതുകൊണ്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് അഴുക്കുണ്ടാവും, അതിന്റെ സീഡ്സ് ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സിലാണ് ക്ലീനിങ് ചെയ്യുന്നത്. പല മെത്തേഡ്സിലൂടെ നമ്മളത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കും. എന്നിട്ട് നമ്മുടെ തേർഡ് മെത്തേഡ് ആയിട്ടുള്ള സ്പിന്നിങ്ങിന് വേണ്ടി നമ്മൾ അതിനെ റെഡിയാക്കി വെക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ തേർഡ് മെത്തേഡാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. നമ്മുടെ ത്രെഡിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. സ്പിന്നിങ് പലതരത്തിലായിട്ടാണ് ഉള്ളത്. റിംഗ് സ്പിന്നിങ്, അതുപോലെ തന്നെ ഓപ്പൺ എൻഡ് സ്പിന്നിങ്, ഫിലമെന്റ് സ്പിന്നിങ്, അങ്ങനെ പല തരത്തിലായിട്ടുള്ള സ്പിന്നിങ് മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ നാലാമത് വരുന്ന പ്രോസസ്സാണ് ട്വിസ്റ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡ്സിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂട്ടുവാണ്. ഒപ്പം തന്നെ നമ്മൾ അതിനൊരു കോഡ് വാക്സിങ്ങും കൊടുക്കുന്നുണ്ട്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, അതിന്റെ ആ ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോഡ് വാക്സിങ് കൊടുക്കുന്നത്. അഞ്ചാമത്തെ പ്രോസസ്സാണ് ഡൈയിങ്. നമ്മുടെ ത്രെഡ്സിനെ നമ്മൾ വേറൊരു കളറിലേക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൈയിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അത് നാച്ചുറലി നമ്മൾ കെമിക്കലും ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഡൈ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഡൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ അഞ്ചാമത് വരുന്ന പ്രോസസ്സ്. സോ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് വരുന്നത് വൈൻഡിങ് ആൻഡ് പാക്കേജിങ്. നമ്മുടെ ഇത്രയും പ്രോസസ്സ്, നമ്മൾ ഫൈബർ കളക്ട് ചെയ്യും, ആൻഡ് ദെൻ നമ്മൾ അതിനെ വാഷ് ചെയ്യും, പിന്നെ സ്പിൻ ചെയ്യും, പിന്നെ നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്യും, ഡൈ ചെയ്യും. ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് വൈൻഡിങ് ആൻഡ് പാക്കേജിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിനെ ഓരോ ഷേപ്പിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. ഇപ്പം നമുക്ക് ബോബിൻ കേസിലേക്ക് വേണമെങ്കിൽ അതിനെ ചെറുതായിട്ട് അതിനെ റോൾ ചെയ്യും, പിന്നെ നമുക്ക് വലിയ രീതിയിൽ റോൾ ചെയ്യും. അങ്ങനെ ആ ഒരു റോളിങ്ങും പാക്കേജിങ്ങിലാണ് ലാസ്റ്റ് പ്രോസസ്സ് വരുന്നത്. നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ്ലി അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് പ്രോസസ്സ് പാക്കേജ് ചെയ്തിട്ട് നമ്മുടെ ഓരോരോ സ്ഥാപനത്തിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബറിൽ നിന്ന് എങ്ങനെ ത്രെഡ് ഉണ്ടാക്കുന്നു എന്നായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫാബ്രിക് ഉണ്ടാക്കണത് എന്നാണ്. ഇനി 3 പ്രോസസ്സാണ് വരുന്നത്. വീവിംഗ്, നിറ്റിംഗ് ആൻഡ് നോൺ വീവിംഗ് പ്രോസസ്സാണ് വരുന്നത്. സോ നമുക്ക് എന്താണ് വീവിംഗ് എന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് ത്രെഡ് വരുന്നത്. നാച്ചുറൽ ത്രെഡ്സും ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് ത്രെഡ്സും ഉണ്ട്. നാച്ചുറൽ ത്രെഡ്സിൽ വരുന്നതാണ് കോട്ടൺ, ലിനൻ, സിൽക്ക് പോലുള്ളത്. അതുപോലെ തന്നെ സിന്തറ്റിക് ത്രെഡ്സിൽ വരുന്നതാണ് റയോൺ, പോളിസ്റ്റർ, അങ്ങനത്തെ ഒക്കെ സിന്തറ്റിക്കിനകത്ത് വരുന്നതാണ്. സോ ഇതൊക്കെ വീവിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പ് ആൻഡ് വെഫ്റ്റ്. വാർപ്പ് ആൻഡ് വെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ത്രെഡ്സിനെ നമ്മൾ ഹൊറിസോണ്ടലിയും അതുപോലെ തന്നെ വെർട്ടിക്കലിയും നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിന് ഇന്റർലോക്ക് ചെയ്തിട്ട് വരുന്ന വീവിംഗ് പ്രോസസ്, അതിനെ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വീവിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് അതൊരു ഫാബ്രിക് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. വീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലത്തെ വീവിംഗ് ഉണ്ട്. ഹാൻഡ്ലൂം വീവിംഗ് ഉണ്ട്, അതുപോലെ പവർലൂം വീവിംഗ് ഉണ്ട്. ഹാൻഡ്ലൂം വീവിംഗ് മാനുവലി ചെയ്യുന്നതാണ്. ഒരു മനുഷ്യന്മാരിരുന്ന് നെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഹാൻഡ്ലൂം വീവിംഗ് എന്ന് പറയുന്നത്. പവർലൂം വീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് വീവ് എടുക്കുന്നതിനെയാണ് പവർലൂം വീവിംഗ് എന്ന് പറയുന്നത്. വീവിംഗിലോട്ട് നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് രീതിയിലത്തെ വീവിംഗിലുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലെയിൻ വീവ്, ട്വിൽ വീവ്, സാറ്റിൻ വീവ്, ജക്കാർഡ് വീവ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്ക് വീവിംഗ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഇത് നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കവർ ചെയ്ത് പോകുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ്ലൂം വീവിംഗ്, അതുപോലെ തന്നെ പവർലൂം വീവിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീവ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടത് വീവിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നായിരുന്നു. ഇത് കൂടാണ്ട് വരുന്നതാണ് നിറ്റിംഗ് പ്രോസസ്സ്. നിറ്റിംഗ് വീവിംഗ് പോലെയല്ല. വീവിംഗിനകത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർപ്പും വെഫ്റ്റും ആയിട്ട് വെച്ചിട്ടാണ് ഇന്റർലോക്ക് ചെയ്തിട്ടാണ് ഇന്റർകണക്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പ്രോസസ്സ് വരുന്നതെങ്കിൽ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ സെയിം ഒറ്റൊരു ഡയറക്ഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ വാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടലി മാത്രം ത്രെഡ് വെച്ചിട്ടായിരിക്കും അതിനകത്ത് ഫാബ്രിക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലി ഏതെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഫോളോ ചെയ്തിട്ടായിരിക്കും ഫാബ്രിക് ഉണ്ടാക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആയിട്ടുള്ള
നിറ്റിംഗ് വരുന്നുണ്ട്, ഹാൻഡ് നിറ്റിംഗും വരുന്നുണ്ട്, മെഷീൻ നിറ്റിംഗും വരുന്നുണ്ട്. ഹാൻഡ് നിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മനുഷ്യൻ ഉണ്ടാക്കുക, ഒറ്റൊരാൾ ചെയ്തെടുക്കുന്നതിനാണ്. ഇപ്പം നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഹാൻഡ് നിറ്റ് ചെയ്തെടുക്കുമല്ലോ, അത് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ മെഷീൻ നിറ്റിങ്ങിനകത്ത് വരുന്നത് ഇപ്പോൾ മാസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സിംഗിൾ ഒറ്റൊരാളെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും തീരാൻ പോകുന്നില്ല. സോ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്ത് നിറ്റ് ചെയ്തതിനെയാണ് നമ്മൾ പറയുന്നത് മെഷീൻ നിറ്റിംഗ്. സോ ലാസ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വീവിങ് പ്രോസസ്സാണ്. നോൺ വീവിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീവിങ് ചെയ്യുന്നില്ല, വീവിങ് ചെയ്യാണ്ട് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഹീറ്റും പ്രഷറും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഫാബ്രിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോൺ വീവിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇത് വരുന്നുണ്ട്. നമുക്ക് ഫെൽറ്റിംഗ്, ബോണ്ടിങ്, അതുപോലെ സ്പൗൺ ബോണ്ടിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമ്മൾ ഇതുപോലെ നോൺ വീവിങ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഒരു ഫാബ്രിക് ഉണ്ടാക്കുന്നത് ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇത്രയും ഹാർഡ് വർക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈബറിനെ ത്രെഡ് ആക്കുന്നു. ആ ത്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രോസസ്സാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ആ ത്രെഡിൽ നിന്ന് നമ്മൾ ഫാബ്രിക് ആക്കാൻ വേണ്ടിയിട്ട് നിറ്റിംഗ്, വീവിങ്, അതുപോലെ തന്നെ നോൺ വീവിങ് പ്രോസസ്സ്. അതുപോലെ ഇപ്പോഴത്തെ ജനറേഷനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെയും പുതിയ കുറേ കാര്യങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഒരു ഫാബ്രിക്കിലേക്ക് അത് കൺവേർട്ട് ആവുന്നത്. പിന്നെ ആ ഫാബ്രിക്കാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഡ്രസ്സ്, സാരി, അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക് അത് കൺവേർട്ട് ആവുന്നത്. സോ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സ്, മാനുവലി ആണെങ്കിലും അതുപോലെ തന്നെ മെഷീനറി ആണെങ്കിലും ശരി, ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഒരു ഫാബ്രിക് ഉണ്ടാവുന്നത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സിന്റെ അപ്ഡേഷൻസിനും ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.